മറ്റൊരു വാർത്തയിലേക്ക്. ചേർത്തലയിലെ ഐഷ കൊലപാതക കേസിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ വീണ്ടും പരിശോധന. വീട്ടുവളപ്പിലെ കുളം വറ്റിച്ചാണ് പരിശോധന നടക്കുന്നത്. നേരത്തെ പലതവണ സെബാസ്റ്റ്യന്റെ വീട്ടുപരിസരമൊക്കെ കുഴിച്ച് പരിശോധന നടത്തിയിരുന്നതാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട്. രഘു, ഇതിപ്പോൾ ആരുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന നടക്കുന്നത്? സെബാസ്റ്റ്യനാണെങ്കിൽ പലപ്പോഴും പല മൊഴി നൽകുന്ന ആളാണ്. അപ്പോൾ എപ്പം തുടങ്ങി കിണർ കുഴിച്ച് വറ്റിച്ചുള്ള പരിശോധന? 3 സ്ത്രീകളുടെ കൊലപാതക കേസിലാണ് സെബാസ്റ്റ്യനെ പ്രതി ചേർത്തിട്ടുള്ളത്. കോട്ടയം സ്വദേശിനി ജയിനമ്മ, ആലപ്പുഴ സ്വദേശികളായ ബിന്ദു പത്മനാഭൻ, ഐഷ. ഈ ഐഷ വധക്കേസുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പോലീസ് അവിടെ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെബാസ്റ്റ്യന്റെ വീടും പരിസരവും പലതവണ പല രീതിയിൽ പോലീസ് തെരച്ചിൽ നടത്തിയിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ അവിടെ നിന്ന് ആദ്യഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന കുളവും മുൻപ് വറ്റിച്ച് പരിശോധിച്ചതാണ്. പക്ഷേ കാര്യമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഈ കൊലപാതകങ്ങളെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്നതായതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടം മുതൽ വലിയ വെല്ലുവിളിയാണ്. എന്തായാലും ഇപ്പോൾ അവിടെ വീട്ടിൽ പോലീസ് നേതൃത്വത്തിൽ, അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.